മുക്കത്ത് ഓട്ടോ ഡ്രൈവറെ ബസ് ജീവനക്കാർ കയ്യേറ്റം ചെയ്തെന്ന് പരാതി. കഴുത്തിന് പരിക്കേറ്റ മണാശ്ശേരി സ്വദേശി ബാബുവിനെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേർ ചേർന്ന് മർദ്ദിച്ചെന്ന് ബാബു ആരോപിച്ചു. ബാബുവിനെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. ഞാൻ പെരുമ്പടപ്പിന്ന് മുക്കത്തേക്ക് പോരുമ്പോൾ നന്ദിലത്തിന്റെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, പിന്നെ ഫ്രിഡ്ജും ഇലക്ട്രോണിക്സിന്റെ, അതിനു മുമ്പ് 2 സ്ത്രീകൾ കൈ കാണിച്ച് മുക്കത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കയറ്റി വന്ന് കുറച്ച് മുന്നോട്ടപ്പോൾ തന്നെ ബാക്കിൽ ബസ് വന്നിട്ടുണ്ട്. ഒരു ബസ്, ചെറിയ ബസ്സാണ്, പിന്നെ MM എന്താണ് പേര് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഇട്ടായിട്ട് ആദ്യം ഒരു ബ്ലോക്ക് ഇട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്താ ചോദിച്ചു. കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും ബ്ലോക്ക് ഇട്ട്. അതിൽ ഞാൻ ബാക്കിൽ നിർത്തിയപ്പോൾ പിന്നെ കണ്ടക്ടർ ഇറങ്ങി എന്തെങ്കിലായിട്ട് എന്നോട് എന്നെ ആളെടുക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആളെ എടുത്ത് ഷോപ്പ് നല്ല എടുത്ത്, ഞാൻ പെണ്ണുങ്ങൾ 2 ആളും വണ്ടിയിലുണ്ട്. ഞാൻ ഈ നന്ദിലത്തിന്റെ മുമ്പ് നട്ട് എന്നെ കയ്യാട്ടിട്ട് മുക്കത്തെ പോകുന്ന കയറ്റിയാന്ന് എടുത്താണ്. അതിൽ നാട്ടിൽ വലിയ വർദ്ധ ചൂണ്ടിയിട്ട് വർത്താനം മൂത്ത് ഇങ്ങനെ കുത്തി ചൂണ്ടിയിട്ട് ഇങ്ങനെ വർത്താനം പറയാം. അതിൽ ഞാൻ സൈയിട്ട് വർത്താനം കൊണ്ട് സൈയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോഴേക്ക് പിന്നെ കണ്ടക്ടറും ഡ്രൈവറും നിന്നു. പിന്നെ വേറെ ഒരു ഏതോ ചങ്ങായി വന്നിങ്ങായിട്ട് എന്നെ പിടിച്ച് ഇതാക്കുക. കൊല്ലിക്ക് ഒരു ചെറിയ വേനുണ്ട്. ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഒരാൾ ആക്രമിച്ചിട്ടുണ്ട്. തന്നെ അത് വീഡിയോ ഉണ്ട്. അതിന്റെ നാട്ടുകാർ കണ്ടു നിൽക്കുന്നുണ്ട്. ഇത് നമ്മളെ അയത്തിന് കുറച്ച് വേനുണ്ട്. ഇവിടെ അറിയില്ല, വെള്ളം ഇറക്കുമ്പോൾ കുറച്ച് വേനുണ്ട്. ഇത് ഇങ്ങനെ എങ്ങനെയാണ് നമ്മള് പിന്നെ പരമാവധി എടുക്കലെന്നല്ല, ബസ്സുകാരെ ഒക്കെ നമ്മളും ഓട്ടോ തൊഴിലാളികളല്ലേ നിലയ്ക്കല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ച് പോണതാ. അപ്പൊ ഇവരിങ്ങനെ ഒരു അക്രമമായിട്ട് നിൽക്കുകയാണ്. ഇവരെങ്ങനെയാ ഇതിന്റെ ഇതിൽ പോട്ടെ, വേറെ എല്ലാ ഒരു തൊഴിലാളികളൊക്കെ അല്ലേ. ഇവരിങ്ങനെ ഇത് നിരന്തരമുള്ള ഒരു പരിപാടിയാണ്. ബസ്സുകാര് ഓട്ടോ പിന്നെ പോലെ ഓട്ടോ എടുത്തെന്നും പറഞ്ഞായിട്ട് ആക്രമിക്കുന്ന നിരന്തരമുള്ള ഒരു പരിപാടിയാണ്. ഇതിനൊരു അവധി വരണം. ഇതിന് നേരത്തെ ഉണ്ട്. ഇത് നിരന്തരമായിട്ട് ഇതിന് മുമ്പേ ഒരുപാട് ഡ്രൈവർമാരുടെ പേരിൽ ഇങ്ങനെ അക്രമം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ തുറന്നു പോകാൻ പറ്റുമോ? എല്ലാവരും ഒരു അരി വാങ്ങാൻ പണിയെടുക്കുന്നതല്ലേ. ഒരു വിഭാഗം തൊഴിലാളികളാണ്, മോട്ടോർ തൊഴിലാളികളെന്ന് നൽകി ഒരു ഭാഗം എല്ലാവരും അരി വാങ്ങാൻ പണിയെടുക്കുന്നതല്ലേ. അപ്പൊ ഇതിങ്ങനെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഇങ്ങനെ ബസ്സുകാർ ഇങ്ങനെ പോകാൻ ഇറങ്ങുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്.